ജയറാമിന്റെയും പാർവതിയുടെ പ്രണയവും വിവാഹവും മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കഥകളിൽ ഒന്നാണ്. പ്രശസ്ത നടൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരാധിച്ചിരുന്ന താരസുന്ദരി നായികയായി കഴിഞ്ഞ് സ്വന്തമാക്കിയ ഒരു സിനിമാറ്റിക് ടച്ചുള്ള പ്രണയകഥയാണ് ഇരുവരുടെയും. തൻ്റെ പല അഭിമുഖങ്ങളിൽ തമ്മിൽ കാണുന്നതിന് മുമ്പേ തനിക്ക് പാർവതിയോട് പ്രണയം തോന്നിയെന്നും ആദ്യമായി തമ്മിൽ കണ്ട നിമിഷം അത് ഇരട്ടിയുമായെന്ന് ജയറാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നടന്റെ ഇഷ്ടം പാർവതി സ്വീകരിക്കാൻ കുറച്ച് താമസമെടുത്തു. അമ്മയുടെ കർക്കശത്തിൽ വളർന്നിരുന്ന താരത്തിന് അത്ര പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ ആവുന്നതുമായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇഷ്ടമായപ്പോൾ ജയറാമിന് വേണ്ടി ഏതറ്റം വരെ പോകാനും നടി തയ്യാറായി. അമ്മ തമ്മിൽ കാണാൻ അനുവദിക്കാതെ വന്ന സാഹചര്യമൊക്കെയും പരസ്പരം ഓഡിയോ കാസറ്റുകൾ പറയാനുള്ള റെക്കോർഡ് ചെയ്ത് നൽകിയാണ് ഇരുവരും പ്രണയിച്ചത്. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം 1992-ൽ ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ തന്നെ ജയറാമും പാർവതിയും വിവാഹിതരായി. അതിനുശേഷം നടി അഭിനയത്തിൽ നിന്ന് വിരമിച്ച് നൃത്തത്തിനും കുടുംബകാര്യത്തിനും മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ ജയറാം തന്നെ എങ്ങനെ ഇഷ്ടമായെന്നറിയില്ല എന്നാണ് പാർവതി പറഞ്ഞത്. ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികയായിരുന്നപ്പോൾ താൻ ഒരു അഹങ്കാരിയായിരുന്നു എന്നാണ് സീനിയർ നടി വെളിപ്പെടുത്തിയത്. തനിക്ക് കടുത്ത മുൻകോപം ഉണ്ടായിരുന്നെന്ന് സമ്മതിച്ച പാർവതി മക്കളായ കണ്ണനും ചക്കിയും ജനിച്ച ശേഷമാണ് തൻ്റെ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കാനായത് എന്നും പറഞ്ഞു. തൻ്റെ സഹോദരിയുടെ മരണം തൻ്റെ വ്യക്തിത്വത്തെ ഒരുപാട് മാറ്റിയെന്നും പ്രശസ്ത താരം ഓർത്തെടുത്തു. മുമ്പ് ബിഹൈൻഡ് വുഡ് ഐസ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്ന ആളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മക്കളായ കാളിദാസനോടും മാളവിയോടും ചോദിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അവതാരകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പാർവതി മനസ്സ് തുറന്നത്. കുട്ടികൾ വന്നതിന് ശേഷമാണ് എൻ്റെ ദേഷ്യമൊക്കെ പോയത്. അതിനു മുമ്പൊക്കെ എനിക്ക് തന്നെ തോന്നും ഭയങ്കര എന്താ പറയുക ഒരു അഹങ്കാരിയായിരിക്കും ശരിക്കും എന്ന് പറഞ്ഞ ജയറാം എങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല ഒരു ചിരിയോടെ പ്രശസ്ത നടി വിശ്വസിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എൻ്റെ ആ ദേഷ്യം കുറഞ്ഞത് ഞാനൊരു സെറ്റിൽ ഡൗൺ ആയത് എൻ്റെ സഹോദരി പോയ ശേഷമാണ്. എൻ്റെ അനിയത്തി മരിച്ചു. അവൾക്ക് വെറും 21 വയസ്സായിരുന്നു. ആ സമയത്ത് എനിക്ക് 26 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കാം ഡൗൺ ആയി തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ആകെ മാറ്റിമറിച്ച ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു എന്ന് പാർവതി വെളിപ്പെടുത്തി.